Meet the editors. കേരളം ഒറ്റയ്ക്കാണോ എന്നാണ് ചോദ്യം. ചൂരൽമല മുണ്ടക്കൈ മാതൃകാ ടൗൺഷിപ്പിന് ഇന്ന് തറക്കല്ലിടുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് കേന്ദ്ര സഹായം പ്രതീക്ഷിച്ചതുപോലെ കിട്ടിയില്ല, നിലവിലുള്ള അനുഭവം വെച്ചാണെങ്കിൽ കൂടുതൽ പ്രതീക്ഷിക്കാനും വകയില്ല എന്നാണ്. കേരളം ഒറ്റയ്ക്കാണോ? നോക്കൂ, ഇപ്പോൾ കഴിഞ്ഞ ജൂലൈ മാസം 30-നാണ് ഈ പറയുന്ന നമ്മളെയൊക്കെ ഞെട്ടിച്ച, എല്ലാവരെയും കണ്ണീരിലാഴ്ത്തിയ ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തമുണ്ടായത്. ഇന്നിപ്പോൾ 8 മാസം കഴിഞ്ഞിരിക്കുന്നു. 8 മാസം പിന്നിടുമ്പോഴാണ് നമ്മളവിടെ ടൗൺഷിപ്പിന് ഒരു തറക്കല്ലിട്ടിരിക്കുന്നത്. നിശ്ചയമായും മുഖ്യമന്ത്രി തന്നെ ഇന്ന് പ്രസംഗത്തിൽ സമ്മതിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കാര്യത്തിലൊരു വൈകലുണ്ടായിട്ടുണ്ട്, കാലതാമസം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട അദ്ദേഹം ചില വിശദീകരണങ്ങളൊക്കെ നൽകുന്നുണ്ട്. സ്വാഭാവികമാണ്, ഇത്തരത്തിലൊരു വലിയ ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ പുനരധിവാസം എന്നൊക്കെ പറയുന്ന അത്ര വേഗത്തിൽ സംഭവിക്കുന്നൊരു കാര്യമല്ല. നമുക്കറിയാമല്ലോ, ഇപ്പോൾ ലാത്തൂരിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ വളരെ സമയമെടുത്തിട്ടാണ് നമ്മൾ ആ മനുഷ്യരെയൊക്കെ പുനരധിവസിപ്പിച്ചത്. ഗുജറാത്തിൽ വലിയ ഭൂകമ്പം ഉണ്ടായപ്പോഴും ഈ പറയുന്ന പുനരധിവാസ പ്രവർത്തനം എന്നൊക്കെ പറയുന്നത് വളരെ സമയമെടുത്തിട്ട് തന്നെയാണ് ചെയ്തത്. പക്ഷേ പ്രശ്നം എന്താണ്, ഈ കാലയളവിൽ ആ മനുഷ്യരെ നമ്മളെങ്ങനെ സംരക്ഷിച്ചു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമായി ഞാൻ കാണുന്നു. അവിടെ സംസ്ഥാന സർക്കാർ വേണ്ടത്ര ഗൗരവത്തിൽ കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നൊരു വിമർശനം എനിക്കുണ്ട്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, 740 കോടിയോളം രൂപ കേരളം തന്നെ പിരിച്ച് വിവിധ മേഖലകളിലുള്ള ആളുകൾ സാലറി ചാർജ് അടക്കം നടത്തി സർക്കാരിന് സംഭാവന നൽകിയിട്ടുണ്ട്, അല്ലേ? ആ പൈസ എന്ന് പറഞ്ഞൊരു ചെറിയ തുകയല്ല. ആ പൈസ കൊണ്ട് ചെയ്യാവുന്ന ഒട്ടേറെ കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തൊക്കെ വിമർശനങ്ങളാണ് ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഈ ഇടക്കാലത്തുണ്ടായിട്ടുള്ളത്? നമ്മൾ ആദ്യഘട്ടത്തിൽ ദിനബത്ത് കൊടുത്തുകൊണ്ടിരുന്നു, അല്ലേ? 300 രൂപ വെച്ച്. അത് 3 മാസം കഴിഞ്ഞപ്പോൾ നിന്നു. പിന്നീട് ഈ അടുത്ത കാലത്താണ് വീണ്ടും ഒരു ഉത്തരവിറക്കി ആ പൈസ കൊടുക്കാൻ പോകുന്നു എന്ന് പറയുന്നത്. ഇൻ ബിറ്റ്വീൻ 4 മാസം ഈ പൈസ കിട്ടാതെ മനുഷ്യർ അവിടെ നിൽക്കുകയാണ്. അതുപോലെ തന്നെ അവിടുത്തെ കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഫീസ് കൊടുക്കാൻ കഴിയാത്ത സാഹചര്യവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരാതികൾ ഉയർന്നു. അവരുടെ വീട്ടുവാടക കിട്ടുന്നില്ല എന്നുള്ള പരാതി ഉയർന്നു. അതുപോലെ തന്നെ അവർക്ക് ആകപ്പാട് ഒരു പ്രാവശ്യമാണ് ഫുഡ് കൂപ്പൺ കൊടുത്തിട്ടുള്ളത്. ഞാൻ പറയുന്നത് പുനരധിവാസം എന്നൊക്കെ പറയുന്നത് സ്ഥലം കണ്ടെത്തി ഒരു ടൗൺഷിപ്പ് നിർമ്മിച്ച് ഒക്കെ നടപ്പാക്കേണ്ട ഒരു പ്രക്രിയയാണ്. അതൊരു പക്ഷേ സമയമെടുക്കുന്നൊരു പ്രക്രിയ ആണെങ്കിൽ കൂടിയും അന്ന് ഈ ദുരന്തമുണ്ടായ സമയത്ത് നമ്മളെല്ലാം ഒറ്റക്കെട്ടായി നിന്ന് പറഞ്ഞത് ഈ മനുഷ്യരെ നമ്മൾ ചേർത്ത് നിർത്തും, അവരെ മുഴുവൻ നമ്മൾ സംരക്ഷിക്കും, അവരെ നമ്മൾ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും എന്നൊക്കെയാണല്ലോ. എന്നാൽ പിന്നീട് അങ്ങോട്ടേക്ക് നമ്മളുടെ ഒരു സമീപനം എന്തായിരുന്നു, അഥവാ സംസ്ഥാന സർക്കാരിൻ്റെ സമീപനം എന്തായിരുന്നു? ആ സമീപനത്തെ സംബന്ധിച്ച് എനിക്ക് ശക്തമായ വിമർശനങ്ങളുണ്ട്. കാരണം ഈ പരാതികളൊക്കെ ആ മനുഷ്യർക്കുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ 20 ലക്ഷം രൂപയുടെ വീടാണ് ഒരാൾക്ക് വെച്ചു കൊടുക്കുന്നത്. 400 വീടുകളാണ് വെക്കാൻ പോകുന്നത്. ഒരു വീടിന് 20 ലക്ഷമെങ്കിൽ 400 വീടിന് 80 കോടി രൂപയാണ് ചിലവാകുക. 26 കോടി രൂപയാണ് എൽസ്റ്റൺ എസ്റ്റേറ്റ് എടുത്തത് വഴി സർക്കാരിന് ചിലവായിരിക്കുന്നത്. ഇപ്പോൾ എത്രയായി? 106 കോടി രൂപയായി. ഇനി അവിടെ നമ്മൾ സ്ഥാപിക്കും എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ഹാൾ സ്ഥാപിക്കും, അങ്കണവാടി സ്ഥാപിക്കും, ഒരു ആശുപത്രി സ്ഥാപിക്കും. ഓഫ് കോഴ്സ് ഇതെല്ലാം കൂടി ചേർത്താലും 150 കോടി രൂപയ്ക്ക് അപ്പുറത്ത് ചിലവ് വരുന്നില്ല. നമ്മുടെ കയ്യിൽ സംസ്ഥാന സർക്കാരിന് കിട്ടിയത് 740 കോടിയാണ്. ഞാൻ കേന്ദ്രത്തിൻ്റെ വിഷയത്തിലേക്ക് വരാം. പ്രശ്നം ഇവിടെ ഇത് വളരെ വേഗത്തിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അഥവാ നമ്മൾ തന്നെയാണ് ചെയ്യാൻ തീരുമാനിക്കുന്നതെങ്കിൽ നമ്മളുടെ കയ്യിൽ അതിനാവശ്യമായ തുകയുണ്ടായിരുന്നു. ആ തുക വിനിയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രവർത്തനങ്ങളെ വളരെ വേഗത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു. എന്നാൽ കേന്ദ്രം സഹായിക്കും എന്ന ഒരു നിലപാടിൽ കേരളം കുറച്ചൊക്കെ കാത്തു നിൽക്കാൻ തയ്യാറെടുത്തു എന്നുള്ളതാണ് പ്രശ്നം. ഒരർത്ഥത്തിൽ കേന്ദ്രവും കേരളവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് 8 മാസം കളഞ്ഞു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ സംസ്ഥാന സർക്കാർ പറയുന്നത് ഒക്ടോബറിൽ ഈ ടൗൺഷിപ്പിൻ്റെ പണി പൂർത്തിയാകും, ഡിസംബറോടുകൂടി നമുക്ക് ഇവിടെ ആളുകൾക്ക് കയറി താമസിക്കാൻ കഴിയും എന്നാണ്. ഏതാണ്ട് 290ഓളം പേരെ നമുക്ക് നഷ്ടമായിട്ടുണ്ട്, അവർ മരിച്ചു പോയിട്ടുണ്ട്. അവർക്ക് കോമ്പൻസേഷൻ സർക്കാരിന് കൊടുക്കേണ്ടിയും വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ചിലവുകൾക്ക് ഏതാണ്ട് ഒരു 300-350 കോടിക്കുള്ളിൽ കഴിയുമായിരുന്നു. അപ്പോൾ വേണമെങ്കിൽ സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിലൊരു നല്ല ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. പക്ഷേ അവിടെ പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ കേന്ദ്രം കൂടി സഹായിച്ചുകൊണ്ട് നടപ്പാക്കേണ്ട ഒരു പ്രവൃത്തിയാണ് ഈ പറയുന്ന പുനരധിവാസം എന്ന് പറയുന്നത്. അക്കാര്യത്തിൽ പ്രധാനമന്ത്രി തന്നെ സ്ഥലം സന്ദർശിച്ച് വലിയ ഉറപ്പുകളും പ്രഖ്യാപിച്ചതാണ്. അപ്പം മ്യൂച്വലായ ഒരു റെസ്പോൺസിബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഈ മനുഷ്യരെന്ന് പറയുന്നത് കേരളീയരായിരിക്കുമ്പോഴും ഇവരൊക്കെ ഇന്ത്യൻ പൗരന്മാരാണല്ലോ, അവരോട് കേന്ദ്ര സർക്കാരിന് ഉത്തരവാദിത്വവും ഉണ്ടല്ലോ. ആ ഉത്തരവാദിത്വം അവർ നിർവഹിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ കുറച്ചു കാലം സംസ്ഥാന സർക്കാർ കാത്തിരിക്കുന്നു. ഇപ്പോൾ അവസാനം മുഖ്യമന്ത്രി തന്നെ പറയുന്നു, ഇതാ നമ്മൾ ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. ശരിയാണ്, ഈ കാര്യത്തിൽ കേരളം ഒറ്റയ്ക്കാണ്. കാരണം നമ്മളുടെ അറിവിൽ തന്നെ 3 നിവേദനങ്ങൾ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്, 3 ഘട്ടങ്ങളിലായിട്ട്. ഈ ദുരന്തം ഉണ്ടായ ഉടനെ തന്നെ ഏതാണ്ട് 250 കോടിയോളം രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് മെമ്മോറാണ്ടം നൽകി. അത് കഴിഞ്ഞ് ഇവർ ഈ പറഞ്ഞ എല്ലാ
മാനദണ്ഡങ്ങളും ഫുൾഫിൽ ചെയ്തുകൊണ്ട് 2220 കോടിയുടെ ഒരു പിന്നെ ആപ്ലിക്കേഷൻ നൽകി. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പിന്നെ പ്രസംഗത്തിൽ പറയുന്നുണ്ട് 2200 കോടിയിലേറെ രൂപ വേണ്ട ഒരു പുനരധിവാസ പ്രവർത്തനമാണിത്, അതിനാണ് നമ്മൾ കേന്ദ്ര സർക്കാരിനെ സമീപിച്ചത്, ഒരു പൈസ പോലും കിട്ടിയിട്ടില്ല എന്ന്. ഇതിനിടയ്ക്ക് കേന്ദ്ര സർക്കാർ പറയുന്നൊരു കാര്യം 50 വർഷത്തെ കാലയളവ് ഇട്ടുകൊണ്ട് 550 കോടി 530 കോടി രൂപയോ 550 കോടി രൂപയോ നമുക്ക് വായ്പ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് വിവിധ പദ്ധതികൾക്കായി ഉപയോഗിക്കുവാൻ വേണ്ടി നിജപ്പെടുത്തിയിട്ടുമുണ്ട്. അതിൻ്റെ കാലാവധി ഡിസംബർ വരെ നീട്ടി തന്നിട്ടുമുണ്ട് അത് ചെലവാക്കുന്നതിനായിട്ടും. അപ്പോൾ ആ പൈസ കൊണ്ട് ഈ പ്രവർത്തനങ്ങളൊക്കെ നടക്കും. ഞാൻ പറയുന്നത് കേന്ദ്രവും കേരളവും തമ്മിലുള്ള തർക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ 8 മാസം ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾ മുടങ്ങി എന്നുള്ളതാണ്. ഇതിനിടയിൽ മറ്റു ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടല്ലോ. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഈ 100 വീടുകൾ വയ്ക്കാനായിട്ട് കർണാടക സർക്കാർ നീക്കി വെച്ച് 20 കോടി രൂപ അനുവദിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. 100 വീടുകൾ നിർമ്മിക്കാനുള്ള പണം DYFI കൈമാറി എന്ന് പറയുന്നുണ്ട്. 30ഓളം വീടുകൾ NSS അതായത് സ്കൂൾ സംഘടനയായിട്ടുള്ള NSS കൈമാറിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇതിനിടയ്ക്ക് ലീഗ് അവിടെ തറക്കല്ലിട്ട് കുറച്ച് വീടുകൾ തയ്യാറാക്കുന്നുണ്ട്. യൂത്ത് ലീഗ് വേറെ കുറച്ച് വീടുകൾ തയ്യാറാക്കുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് വീട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ പ്രവർത്തനങ്ങൾ വേണമെങ്കിലും ഈ പറയുന്ന ഞാൻ മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഈ ദുരന്തബാധിത പ്രദേശങ്ങളിൽ ഇനി ദുരന്തം ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ ചില നിഷ്കർഷകളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം അവിടെയൊക്കെ വീടുകൾ പണിയുന്നത്. പ്രത്യേകിച്ച് പുനരധിവാസം നടത്തുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇനിയൊരു ദുരന്തം ഉണ്ടായാൽ അതിനെ ചെറുക്കാൻ കഴിയുന്ന കൺസ്ട്രക്ഷൻസ് ആയിരിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. വേണമെങ്കിൽ ഇത്തരം നിഷ്കർഷകൾ നൽകിക്കൊണ്ട് സർക്കാരിന് ഈ പറയുന്ന സ്വകാര്യമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ള വ്യക്തികളെയോ സംഘടനകളെയോ പ്രോത്സാഹിപ്പിക്കാമായിരുന്നു. അവിടെയുമൊക്കെ ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോഴും ഞാൻ ഈ മുൻകൈയെ വളരെ പ്രധാനമായിട്ട് കാണുന്നു. ഇത് കേരളത്തിൽ മാത്രം സംഭവിക്കുന്നൊരു കാര്യമാണ് എന്ന കാര്യത്തിലും എനിക്ക് തർക്കമില്ല. കാരണം എന്താ വെച്ചാൽ കേരളം അകമഴിഞ്ഞ് സംഭാവന ചെയ്ത 750 കോടി രൂപയാണ് ഈ പറയുന്ന ഇപ്പോഴത്തെ ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിൻ്റെ സർക്കാരിനെ കരുത്തുറ്റതാക്കിയത് എന്നുള്ളതാണ്. അത് കേന്ദ്ര സർക്കാർ അക്കാര്യത്തിൽ ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഗവർണർ ആർലേക്കറുടെ ഒരു പിന്നെ മുൻകൈ ഉണ്ടല്ലോ. ആർലേക്കറുടെ മുൻകൈ എന്തായിരുന്നു? കേരളത്തിന് അവകാശപ്പെട്ടത് വാങ്ങിയെടുക്കുന്നതിന് വേണ്ടി MP-മാരുടെ ഒരു യോഗം കേരള ഹൗസിൽ നടത്തുന്നു, ഒരു അത്താഴ വിരുന്ന് കൊടുക്കുന്നു, അതിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നു. പിറ്റേന്ന് നിർമ്മലാ സീതാരാമൻ എന്ന ധനമന്ത്രിയുമായിട്ട് മുഖ്യമന്ത്രി നടക്കുന്ന കൂടിക്കാഴ്ചയിൽ ആർലേക്കർ പങ്കെടുക്കുന്നു. അതിന് വളരെ പോസിറ്റീവായി കണ്ട ഒരാളാണ് ഞാൻ. കാരണം എന്താ, കേരളത്തിൻ്റെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കേന്ദ്രത്തോട് സംസാരിച്ച് നമുക്ക് വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അക്കാര്യത്തിൽ കേന്ദ്രത്തിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ആർലേക്കർ തന്നെ അല്ലെങ്കിൽ ഗവർണർ തന്നെ മറ്റ് രാഷ്ട്രീയ ഭിന്നതകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇത്തരത്തിലൊരു മുൻകൈ എടുക്കുന്നു എന്ന് പറയുന്നതിനെ നമ്മളെല്ലാവരും വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? കേരളം ഒരു വലിയ ദുരന്തത്തെ നേരിട്ടപ്പോൾ നമുക്കറിയാലോ, അടുത്ത കാലത്തൊന്നും രാജ്യം കണ്ടിട്ടില്ലാത്തൊരു വലിയ ദുരന്തമാണ് ചൂരൽമല മുണ്ടക്കൈ ദുരന്തം എന്ന് പറയുന്നത്. ആ രാജ്യത്തെ ഞെട്ടിച്ച ദുരന്തത്തെ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നുള്ളതായിരുന്നു നമ്മുടെ ആദ്യത്തെ ആവശ്യം. വളരെ കാലത്തെ സമ്മർദ്ദത്തിന് ശേഷം അങ്ങനെ ഒരു ദുരന്തമായിട്ടൊന്ന് പ്രഖ്യാപിച്ചു. അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? ഒരു പ്രയോജനവും ഉണ്ടായില്ല. ഒരു പൈസയും അതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയിട്ടില്ല. പക്ഷേ ഈ പറയുന്ന വലിയൊരു ദുരന്തമുണ്ടായപ്പോൾ മനുഷ്യരെല്ലാം ഉറ്റുനോക്കുന്നത് ആരൊക്കെ ഇവിടെ എന്തൊക്കെ സഹായം ചെയ്യുന്നു എന്നുള്ളതാണ്. അവിടെ BJPക്ക് രാഷ്ട്രീയമായി വലിയ വീഴ്ച വന്നിട്ടുണ്ട്, കേന്ദ്ര സർക്കാരിനൊരു വീഴ്ച വന്നിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ഇത്തരത്തിലൊരു നിസ്സംഗമായ നിലപാടാണ് ഈ ദുരന്തബാധിതരോട് എടുത്തിട്ടുള്ളത് എന്നുള്ളത് എന്താ പറയുക, അത് വ്യക്തമായും സ്ഥാപിച്ചെടുക്കാൻ സംസ്ഥാനത്തെ പ്രതിപക്ഷത്തിനും കഴിഞ്ഞിട്ടുണ്ട്, സംസ്ഥാനത്തെ ഭരണപക്ഷത്തിനും കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ അതൊരു പൊളിറ്റിക്കലായിട്ടുള്ള എന്താ പറയുക ഒരു ബുമറാങ് ആണ്, അല്ലെങ്കിൽ ഒരു വലിയ തിരിച്ചടിയാണ് BJPക്ക് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഇതിൻ്റെ രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ചാലും ആ മനുഷ്യരെന്ന് പറയുന്നത് നമ്മളുടെയൊക്കെ സഹോദരങ്ങളാണ്. അവരെ ഈ പറയുന്ന ദുരന്തത്തിൽ നിന്ന് കൈപിടിച്ചുയർത്താനുള്ള ബാധ്യത വളരെ പ്രബുദ്ധമായൊരു സമൂഹം എന്ന നിലയ്ക്ക് നമുക്കൊക്കെ ഉണ്ട്. കേരളം അതിന് നല്ലൊരു മാതൃക കാണിച്ചിട്ടുണ്ട്. മറ്റൊരു സംസ്ഥാനത്തും സംഭവിക്കാത്തതുമാതിരി നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങൾ വലിയ രീതിയിൽ അകമഴിഞ്ഞ് സംഭാവന ചെയ്തതുകൊണ്ട് സംസ്ഥാന സർക്കാരിന് ഇപ്പോൾ ഈ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നു. ആ അർത്ഥത്തിൽ കേരളം ഈ വിഷയത്തിൽ ഒറ്റയ്ക്കായിരുന്നു. മറ്റെല്ലാ ഭിന്നതകളും മാറ്റിവെച്ച് കൂട്ടായി നിൽക്കേണ്ട, ഒന്നിച്ച് നിൽക്കേണ്ട ഒരു സന്ദർഭത്തിൽ കേന്ദ്രവും സംസ്ഥാനവും രണ്ടു വഴിക്കായി പോയി എന്ന കാര്യം അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. ഈ വിഷയത്തിൽ കേരളം ഒറ്റയ്ക്കാണ് എന്ന് തന്നെയാണ് എൻ്റെ നിലപാട്. കേരളം ഒറ്റയ്ക്കായി പോകുന്നു നിർഭാഗ്യവശാൽ എന്ന് തന്നെയാണ് എൻ്റെയും ടേക്ക്. ഈ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കണക്ക് ഞാൻ പ്രേക്ഷകരോട് പറയാം. 2024 നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് പ്രകൃതിക്ഷോഭങ്ങൾ കൊണ്ട് വലഞ്ഞ 5 സംസ്ഥാനങ്ങൾക്ക് NDRFൽ അനുവദിച്ചതിലും കൂടുതൽ തുക അനുവദിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരുന്നു. അമിത്ഷായുടെ ഒരു പോസ്റ്റിൽ പറയുന്ന കാര്യമാണ് ഞാൻ ഈ വായിക്കാൻ പോകുന്നത്. ആകെ അനുവദിച്ചിരിക്കുന്നത് 1554 കോടി രൂപയാണ്. ആന്ധ്രാപ്രദേശിന് 608 കോടി രൂപ, അവിടെ മരിച്ചത് 100-ൽ താഴെ ആളുകളാണ്. നാഗാലാൻഡിന് 170 കോടി രൂപ, 12 പേരിൽ താഴെയാണ് മരിച്ചത്. ഒഡീഷയ്ക്ക് 285.24 കോടി രൂപ, 125-ൽ താഴെയാണ്. തെലങ്കാനയ്ക്ക് 231 കോടി രൂപ, ത്രിപുരയ്ക്ക് 288 കോടി രൂപ, 25 പേരാണ് മരിച്ചത്. ത്രിപുരയ്ക്ക് അത് അനുവദിച്ചതാകട്ടെ ആദ്യത്തെ 10 ദിവസം കഴിയുമ്പോഴേക്കും പണം അനുവദിക്കുന്ന സാഹചര്യമുണ്ടായി.
കേരളത്തിൽ നമ്മൾ ഇന്നേ വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും രൂക്ഷമായ ഒരു ഉരുൾപൊട്ടലിൽ 240-ലധികം ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുകയും 10-32 പേരെ കാണാതാവുകയും ചെയ്ത ഒരു വലിയ ദുരന്തത്തിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തൊരു വലിയ ദുരന്തത്തെ നമ്മൾ കരളുറപ്പോടെ ഒരുമിച്ചു നിന്ന് എതിരിടുമ്പോൾ ഈ അനുവദിച്ച തുകയുടെ 10% പോലും വേണ്ട, 1% പോലും, ഒന്നുപോലും, 1 രൂപ പോലും കേന്ദ്രം നമുക്ക് പണമായി ധനസഹായമായി അനുവദിച്ചിട്ടില്ല. ആകെ അനുവദിച്ചതാവട്ടെ 529 കോടി രൂപ മാത്രം. ഞാനിത് NDRFിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ തന്ന പണത്തെ അല്ല കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് NDRFിൻ്റെ ഭാഗമായി വിവിധ സംസ്ഥാനങ്ങൾക്ക് കൊടുത്ത പണം അവിടെ ഇരിപ്പുണ്ട്, അതിൻ്റെ കണക്കിലല്ല ഇത് പെടുത്തിയിരിക്കുന്നത്. അതിന് പുറമെ ഈ പ്രത്യേക ദുരിതാശ്വാസമായിട്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചതാണ്. ഇത് അമിത്ഷാ തന്നെ ട്വീറ്റ് ചെയ്തിരിക്കുന്ന എക്സിൽ പറയുന്നതാണ്. ഇവിടെയാണ് നമ്മളുടെ എന്തിനീ വിവേചനം എന്ന പ്രധാനപ്പെട്ട ചോദ്യം ഉണ്ടാവുന്നത്. എന്തെല്ലാം വിഷയങ്ങളിലാണ് നമ്മളെ ഒറ്റപ്പെടുത്തുന്നത്? ഇവിടെ ഈ മരണമുഖത്ത് നിൽക്കുമ്പോൾ, തീവ്ര ദുരന്തത്തിൻ്റെ മുഖത്ത് നിൽക്കുമ്പോൾ കേരളത്തെ എന്തിനിങ്ങനെ ഒറ്റപ്പെടുത്തുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഈ സംഭവം നടന്ന 61 ദിവസങ്ങൾക്കുള്ളിൽ കേരള സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കേണ്ട പ്രദേശത്തെക്കുറിച്ചുള്ള ഒരു മാപ്പിംഗ് നടത്തുന്നുണ്ട്. അത് ജോൺ മത്തായിയുടെ പഠനത്തിലെ തുടർന്ന് ഏറ്റെടുക്കേണ്ട സ്ഥലങ്ങളിൽ ഭൂകമ്പ സാധ്യതാ പ്രദേശങ്ങളെ ഒഴിവാക്കിക്കൊണ്ട്, ഉരുൾപൊട്ടൽ പ്രഭവ കേന്ദ്രങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് അവിടെ ആവാസ മേഖലയ്ക്ക് അനുയോജ്യമായിട്ടുള്ള സ്ഥലം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ 9 സ്ഥലങ്ങളിലേക്ക് എത്തുന്നു. അവിടെ നിന്നും പിന്നീട് വീണ്ടും 2 സ്ഥലങ്ങളിലേക്ക് എത്തുന്നു. നിർഭാഗ്യവശാൽ ആ 2 കേസുകളും വയനാടിൻ്റെ ഏത് ഭൂമി ഏറ്റെടുത്താലും അത് കേസിൽ കുടുങ്ങും എന്നുള്ളത് കൊണ്ട് തന്നെ ആ 2 ഭൂമിയിലെ എസ്റ്റേറ്റിലെ ഉടമകൾ കേസിന് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. 61 ദിവസം കൊണ്ടാണ് ഇത് കേരളം സാധ്യമാക്കിയെടുക്കുന്നത്. പിന്നീട് ആ കേസ് വളരെ പെട്ടെന്ന് സർക്കാർ ഡിസംബർ മാസമാകുമ്പോഴേക്കും ഒത്തുതീർപ്പാക്കുന്നു, ലിസ്റ്റ് തയ്യാറാക്കുന്നു, ലിസ്റ്റ് 1ഉം 2ഉമായി തയ്യാറാക്കുന്നു. ആ ലിസ്റ്റ് 1ഉം 2ഉം തയ്യാറാക്കുമ്പോൾ അതിൽ 323 പേരുടെ പേരുകൾ വരുന്നു. 79 പേർക്ക് പണം നൽകിയാൽ അവർ ഓക്കെയാണ് എന്ന നിലപാട് അറിയിക്കുന്നു. പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതിൽ കേന്ദ്രത്തിൻ്റെ എത്രയാണ് വിഹിതം എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ നമ്മൾ ആദ്യം പ്രധാനമന്ത്രി കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 10-ാം തീയതി, അതായത് ഈ ദുരന്തം സംഭവിച്ച 10-ാം ദിവസം കേരളത്തിലേക്ക് എത്തുന്നുണ്ട്. നമ്മുടെ നൈസമോളിനെ ചുറ്റിപ്പിടിച്ച് പറയുന്നുണ്ട് കേരളം ഒറ്റയ്ക്കല്ല എന്ന് ഉറപ്പ് നൽകുന്നുണ്ട്. നമ്മളന്ന് വിശ്വസിച്ചില്ലേ? അന്ന് പ്രധാനമന്ത്രി ഒരു വലിയ ഡീറ്റെയിൽ ആയിട്ടുള്ള മെമ്മോറാണ്ടം എഴുതി അയക്കൂ എന്ന് നമ്മളോട് കൽപ്പറ്റ കളക്ട്രേറ്റിൽ വെച്ച് പറയുന്നില്ലേ? നമ്മളത് കേട്ടൊരു വലിയ മെമ്മോറാണ്ടം NDRFിൻ്റെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് കൈമാറുന്നില്ലേ? അന്ന് ഓഗസ്റ്റ് 17-ാം തീയതി 1202 കോടി രൂപയുടെ NDRFിൻ്റെ മാർഗനിർദ്ദേശം അനുസരിച്ചുള്ള ഒരു ധനസഹായം കേരളം ആവശ്യപ്പെട്ടില്ലേ? അതിൽ നിന്ന് 1 രൂപ അനുവദിച്ചോ കേന്ദ്രം? 1 രൂപയും അനുവദിച്ചില്ല. പിന്നീട് അപ്പോൾ കേന്ദ്രം പറഞ്ഞു നിങ്ങൾ നിശ്ചിത മാനദണ്ഡ പ്രകാരമല്ല അത് അനുവദിച്ചിരിക്കുന്നത്. കാരണം ഓഗസ്റ്റ് മാസം 14-ാം തീയതി റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ ഗേറ്റ് ലൈൻ നിലവിൽ വരുന്നുണ്ട്. ഈ റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ ഗേറ്റ് ലൈൻ പ്രകാരം നിശ്ചിത ഫോർമാറ്റിൽ നിങ്ങൾ അപേക്ഷിക്കണം. എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻറ്റ് PDNA മാതൃകയിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. രാജ്യത്ത് ഇന്നേ വരെ അങ്ങനെ ഒരു ഗേറ്റ് ലൈൻ വന്നിട്ടില്ല. ആ ഗേറ്റ് ലൈൻ വരുന്നത് ഈ ദുരന്തമുണ്ടായി 1.5 മാസത്തിന് ശേഷമാണെന്ന് ഓർമ്മിക്കണം. ആ ഗേറ്റ് ലൈൻ്റെ അടിസ്ഥാനത്തിൽ 3 മാസത്തിനുള്ളിൽ നവംബർ മാസം 13-ാം തീയതി ഈ 2221 കോടി രൂപ വയനാടിനും 98 കോടി രൂപ വിലങ്ങാടിനുമായിട്ട് കേരളം ആവശ്യപ്പെട്ടില്ലേ? അതിൽ നിന്ന് 1 രൂപ നിശ്ചിത മാനദണ്ഡ പ്രകാരം നമ്മൾ കൊടുത്ത അപേക്ഷയിൽ കേന്ദ്ര സർക്കാർ അനുവദിച്ചോ? ഒന്നും അനുവദിച്ചില്ല. ഒടുവിൽ നമ്മൾ ആദ്യ മാസം മുതൽ പറയുന്നില്ലേ ഇത് L3 കാറ്റഗറിയിൽപ്പെട്ടൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന്? അന്ന് എന്താ പറഞ്ഞത്? അതിതീവ്ര ദുരന്തം എന്നൊരു കാറ്റഗറി ഇല്ല, പക്ഷേ L3 എന്നൊരു കാറ്റഗറി ഉണ്ട്. ആ കാറ്റഗറിയിൽ പ്രഖ്യാപിച്ചാൽ കേരളത്തിൽ ഇന്ത്യ രാജ്യത്തെ ഏത് MP-മാർക്കും ഈ സംസ്ഥാനത്തേക്ക് ഈ ദുരന്ത നിവാരണ മുഖത്തേക്ക് പണം നൽകാൻ സംഭാവന നൽകാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മൾ പലതവണ പറഞ്ഞില്ലേ, പല നിവേദനങ്ങൾ സമർപ്പിച്ചില്ലേ? ഒടുവിൽ സമരം ചെയ്തതിന് ശേഷമല്ലേ L3 കാറ്റഗറിയെ പ്രഖ്യാപിച്ചത്? അതിനെ തുടർന്ന് ഈ ആകെയുള്ള കേരളത്തിലുള്ള 31 MP-മാരിൽ 10 MP-മാർ മാത്രമാണ് അവിടെ പണം കൊടുത്തത് എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണക്ക്. അതിൽ 2 MP-മാർ UDFിൽ നിന്നുള്ളവരാണ്. 2 MP-മാർ മാത്രം, ഒന്ന് ഷാഫി പറമ്പിലും മറ്റൊന്ന് പ്രേമചന്ദ്രനും. ബാക്കിയുള്ളവരെല്ലാം LDFിൽ നിന്നുള്ളവരാണ്. വയനാട് MP കൊടുത്തിട്ടുണ്ട്. വയനാട് MP കൊടുത്തിട്ടില്ല. അതാണ് ആകെയുള്ളത് 2 MP-മാരാണ്. അതിലൊന്ന് വടകര MP ഷാഫി പറമ്പിൽ, മറ്റൊന്നുള്ളത് കൊല്ലം MP പ്രേമചന്ദ്രൻ. NK പ്രേമചന്ദ്രൻ 10 ലക്ഷം രൂപയും ഷാഫി പറമ്പിൽ 25 ലക്ഷം രൂപയാണ് കൊടുത്തത്. ആകെ സംഭാവന UDFിന്റെ 30. ജോൺ ബ്രിട്ടാസ് 1 കോടി കൊടുക്കുമ്പോൾ വയനാട് MPക്ക് കൊടുക്കാം. അതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. പക്ഷേ അതിന് UDF പറയുന്ന ന്യായം 100 വീടുകൾ വെച്ച് കൊടുക്കുന്നു, 20 കോടി രൂപ സിദ്ധാരാമയ്യ കൊടുക്കുന്നു. മാത്രമല്ല ഇനി ആ പ്രദേശം പൂർണ്ണമായും MP ആണല്ലോ നോക്കുന്നത്. MP യുടെ ധനസഹായം വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട MP
തീർച്ചയായിട്ടും ആ വയനാടിൻ്റെ പ്രദേശത്തേക്ക് അനുവദിക്കും. അത് വരാൻ പോകുന്ന ദിവസങ്ങളിൽ കണ്ടുകൊള്ളൂ എന്നാണ് പറയുന്നത്. അതൊക്കെ വരട്ടെ. പക്ഷേ കേന്ദ്രം എന്തു കൊടുത്തു എന്ന ചോദ്യത്തിന് മുന്നിൽ 0 എന്ന കണക്കിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. അവിടെയാണ് എം ടി രമേശ് പറഞ്ഞൊരു വാചകം നമ്മളെ വേദനിപ്പിക്കുന്നത്. ഇതൊരു കണ്ണിൽ പൊടിയിടലാണ് എന്നാണ് പറഞ്ഞത്. എങ്ങനെയാണ് ഇതൊരു കണ്ണിൽ പൊടിയിടലാവുന്നത്? ആരാണ് ഈ സ്ഥലത്ത് നിങ്ങൾ ഈ പുനരധിവാസവുമായി മുന്നോട്ട് പോകാൻ പറഞ്ഞത്? ഹൈക്കോടതിയല്ലേ? ഹൈക്കോടതിയിൽ 26 കോടി രൂപ കെട്ടിവെച്ചിട്ടല്ലേ പോയിരിക്കുന്നത്? കണ്ണിൽ പൊടിയിടാൻ വേണ്ടി 26 കോടി രൂപ ഒരു കോടതിയിൽ കെട്ടിവെച്ചിട്ട് ഏതെങ്കിലും സർക്കാർ മുന്നോട്ട് പോകും സുജയ? ഇതാണ് എനിക്ക് മനസ്സിലാവാതെ പോകുന്നത്. നിങ്ങൾ ഇരകളെ വീണ്ടും വേട്ടയാടുകയാണെന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ മുൻപിലുള്ള കണക്കുണ്ടല്ലോ, 1ാം ലിസ്റ്റിലുള്ള 242 പേര്, 2ാം ലിസ്റ്റിലുള്ള 81 പേര്, മൊത്തം 323 പേര്. ആ 323 79 പേർ ധനസഹായം കോമ്പൻസേഷൻ വാങ്ങി പോകുന്നവരും അടക്കം 402 പേരുടെ ലിസ്റ്റ് പൂർത്തിയായില്ലേ? ഇനി 30-ാം തീയതി വരെ ലിസ്റ്റിൽ അപാകതകൾ ഉണ്ടെങ്കിൽ കണക്ക് നിങ്ങൾ തരാമെന്ന് പറഞ്ഞിട്ടില്ലേ? ആ കണക്കുകൾ കൂടി കൃത്യമായിട്ട് വരുന്നതോടു കൂടി ആ പ്രദേശത്ത് നമ്മൾ ഇന്നേ വരെ സങ്കല്പിക്കാൻ പോലും ആവാത്തൊരു കമ്മ്യൂണിറ്റി ലിവിങ്ങിൻ്റെ ഒരു മാതൃകയല്ലേ വരാൻ പോകുന്നത്? ഇതിനെ എന്തുകൊണ്ടാണ് BJPക്ക് ഇനിയും ഉൾക്കൊള്ളാൻ പറ്റാത്തത് എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട സംശയം. കേരളം ഒറ്റയ്ക്കാണ് നമ്മൾ ഈ പോരാട്ടത്തിലുള്ളത്. അതേസമയം തന്നെ സംസ്ഥാന സർക്കാർ ഇതിന് കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള പണം ഉപയോഗിക്കാമായിരുന്നു എന്ന അഭിപ്രായം എനിക്കുണ്ട്. 740 കോടിയോളം നമ്മൾ സാലറി ചലഞ്ച് വഴി, അതിൽ നമ്മളുടെ അടക്കമുള്ള ശമ്പളത്തിൽ നിന്നുള്ള പങ്കുണ്ട്. അത് കേരളത്തിലെ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ കുടുക്ക പൊട്ടിച്ച കുട്ടികളുടെ സംഭാവന അതിലുണ്ട്, വീർപ്പിൻ്റെ മണികളുണ്ട്. ആ പണം ഉപയോഗിച്ചുകൊണ്ട് കുറച്ചുകൂടി ആസൂത്രിതമായ ഒരു ഏകോപനം ഇക്കാര്യത്തിൽ ഉണ്ടാകാമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ടേക്ക്. കാരണം അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൂപ്പണിന് വേണ്ടി കാത്തു നിൽക്കുന്നവർ 3 മാസത്തിന് മാത്രം പ്രഖ്യാപിച്ചതിന് ശേഷം പിന്നീട് 2-3 മാസം കാത്തിരുന്നതിന് ശേഷം പ്രതിമാസത്തെ ചെലവിന് വേണ്ടിയിട്ടുള്ള 3000 രൂപ കിട്ടേണ്ടി വരുന്ന 9000 രൂപ കിട്ടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുന്നത്, അതും 740 കോടി രൂപ കയ്യിലിരിക്കുന്ന സാഹചര്യത്തിലാണ് എന്നത് ഓർമ്മിക്കണം. വാടക വീട് പോകുന്നവർ, അതിൽ വാടക ഇനി കൊടുക്കാൻ കഴിയാതെ മുടങ്ങി നിൽക്കുന്ന കുറച്ച് ന്യൂനപക്ഷമാണെങ്കിലും കുറച്ച് ആളുകൾ, ഇവരെയൊക്കെ ചേർത്ത് കൊണ്ടുപോകാനുള്ളൊരു സംവിധാനം അവിടെ ഉണ്ടാകണമായിരുന്നു. നിർഭാഗ്യവശാൽ കേന്ദ്ര സർക്കാരുമായുള്ള സമരത്തിനിടയിൽ നമുക്കത് ചെയ്യാൻ സാധിച്ചില്ല. 740 കോടിയിൽ നിന്ന് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് 25 കോടി രൂപയെ മറ്റോ ആണ് ഇതിനകം അവിടെ ചിലവാക്കിയിരിക്കുന്നത് എന്നാണ്. അങ്ങനെയാണെങ്കിൽ അതൊരു കുറഞ്ഞ തുകയാണ്. ആ 740 കോടി രൂപയുടെ പകുതി വേണ്ടയിരുന്നില്ല അവിടെ കാര്യങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ നടപ്പിലാക്കാൻ. അത് ശ്രദ്ധിക്കണമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ പക്ഷേ ഇന്ന്. പക്ഷേ അവിടെയാണ് വരുന്നത്. ആ പണം മൊത്തം എടുത്ത് പിന്നെ ദുരിതാശ്വാസം എങ്ങനെ വരും എന്നുള്ളതാണ് ചോദ്യം. പക്ഷേ അവിടെ 100 വീടുകൾ നിർമ്മിക്കാനായിട്ട് KPCC സിദ്ധരാമയ്യ 20 കോടി കൂടി കൊടുക്കുന്നുണ്ട്. DYFIയുടെ 20 കോടിയുണ്ട്, 40 കോടിയായി. അപ്പം 100 200 വീടുകളായി കഴിഞ്ഞു. ബാക്കിയുള്ളതെല്ലാം 10 കോടി കൊടുക്കുന്നത് NSS ആണ് 50 വീടുകൾക്ക്. 250 വീടുകളായി കഴിഞ്ഞു. നിലവിലുള്ള കണക്ക് പ്രകാരം 323 വീടുകൾ മതി. 323 വീടിൽ 250 വീടുകളായി കഴിഞ്ഞു. ബാക്കി അവിടെ അവശേഷിക്കുന്നത് 83 വീടുകളാണ്. അതിന് ലീഗ് പക്ഷേ വേറെയാണ് ചെയ്യുന്നത്. ഈ സ്ഥലത്തല്ല, 105 വീടുകൾ മാറിയാണ് വയ്ക്കുന്നത്. അവിടെ 668ഓളം ഗുണഭോക്താക്കൾ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 1023 പേരുടെ വലിയ പട്ടിക ആദ്യം ചീഫ് സെക്രട്ടറി പറഞ്ഞു, പിന്നീട് അതിൽ നിന്ന് പലരെ ഒഴിവാക്കി. ഇതൊക്കെ കൂടി വരുമ്പോൾ ഏകദേശം ആ കണക്കുകളുടെ അടുത്തേക്ക് വന്നേക്കാം. പക്ഷേ ഇനി 83 വീടുകൾക്കുള്ള പണം കണ്ടെത്തിയാൽ മതി സർക്കാർ. ബാക്കിയുള്ള തുക കൂടി വരുമ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ ഏകദേശം 150-200 കോടിക്കുള്ളിൽ ഈ പുനരധിവാസം സർക്കാരിന് നടപ്പിലാക്കാൻ പറ്റും. പക്ഷേ അപ്പോൾ ഈ 740 കോടിയിൽ ഒരു നല്ല വിഹിതം ഇവരുടെ തുടർ ജീവനത്തിനു വേണ്ടി സർക്കാർ മാറ്റിവെക്കുമെന്നാണ് നമ്മുടെ കരുതൽ. അത് ഇനി ഡിസംബറിൽ ഒരു പ്രഖ്യാപനം ഉണ്ടാവും. അതിൽ 32 കോടി. അതാണ് നമുക്കിപ്പോഴും മനസ്സിലാക്കാതെ പോകുന്നത്. ഈ കേന്ദ്ര സർക്കാരുമായിട്ടുള്ള ഈ പോരാട്ടം തുടരുമ്പോൾ നേരത്തെ കേരളം ഈ തീരുമാനമെടുത്ത് പറ്റുമെങ്കിൽ ഒരു മാസമെങ്കിലും മുൻപ് ഈ വായ്പയടക്കമുള്ള കാര്യങ്ങളിൽ കേരള സർക്കാരിന് ഈ 740 കോടിയിൽ നിന്ന് 32 കോടി രൂപ വിധ ബാങ്കിലെ അക്കൗണ്ടിലേക്ക് കൊടുത്തൂടെ? എന്തുകൊണ്ടാണ് ആ വായ്പ എഴുതിത്തള്ളാൻ കഴിയില്ല? എഴുതിത്തള്ളി കഴിഞ്ഞാൽ സിവിൽ സ്കോറിനെ ബാധിക്കും. പക്ഷേ എഴുതിത്തള്ളേണ്ടത് കേന്ദ്ര സർക്കാരാണ്, NDRFൻ്റെ സെക്ഷൻ 15 അനുസരിച്ച്. പക്ഷേ എഴുതിത്തള്ളാൻ കേന്ദ്ര സർക്കാർ ഒരുക്കമല്ലെങ്കിൽ മൊറട്ടോറിയം പലിശ സഹിതം ഞങ്ങൾ അടുത്ത വർഷം മുതൽ പിരിച്ചെടുത്തുകൊള്ളാം എന്നതാണ് കേന്ദ്ര സർക്കാർ നിലപാടെങ്കിൽ അത് വേണ്ട. മൊറട്ടോറിയത്തിൻ്റെ ആനുകൂല്യം ഇതാ ഈ 32 കോടി രൂപയും ഞങ്ങൾ തരാൻ തയ്യാറാണെന്ന് സംസ്ഥാന സർക്കാർ പറയണ്ടേ? ഇന്നിപ്പോൾ തറക്കല്ലിടുന്ന സമയത്ത് മുഖ്യമന്ത്രി അങ്ങോട്ട് പ്രഖ്യാപനം നടത്തുമെന്ന് കരുതി നമ്മൾ ഇന്ന് ചില സൂചനകൾ നമുക്ക് നൽകുന്നുണ്ട്. മിനിസ്റ്റർ K. രാജൻ വരും ദിവസങ്ങളിൽ ഈ 32 കോടി ഈ 740 കോടിയിൽ നിന്ന് കേരള സർക്കാർ തന്നെ ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് കൊടുത്ത് ബാങ്കിലെ അവരുടെ ലോൺ അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യിപ്പിക്കും. അതെങ്കിലും ആവശ്യമാണ് എന്നുള്ളതാണ്. ഇതൊക്കെ ഇനി വരും നാളുകളിലും ഒരു ദുരന്തമുഖത്ത് നമുക്ക് സംഭാവന നൽകാൻ പ്രേരിപ്പിക്കുന്ന ഘടകമാണ് എന്ന് സംസ്ഥാന സർക്കാരിനെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നു. അതേസമയം 1 രൂപയുടെ വായ്പയിൽ 529 കോടി രൂപ നമുക്ക് വായ്പയെ അനുവദിച്ചിട്ട് പറയുകയാണ് കേന്ദ്ര സർക്കാർ പറയുകയാണ് മാർച്ച് 31 മുൻപ് അതിൻ്റെ മുഴുവൻ തുകയും വിനിയോഗിച്ചതിൻ്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ത്യ മഹാരാജ്യത്ത്
രാജ്യത്ത് 25 ദിവസം കൊണ്ട് 529 കോടി രൂപ ഒരു പുനരധിവാസത്തിന് എങ്ങനെ നടപ്പിലാക്കി തിരിച്ചു കൊടുക്കാൻ പറ്റും? കണ്ണിച്ചോരയുണ്ടോ എന്ന് ചോദിക്കുന്നുള്ളൂ. ഒടുവിൽ നമ്മൾ ആവശ്യപ്പെടുമ്പോഴല്ലേ കേന്ദ്ര സർക്കാർ പറയുന്നില്ലേ, ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനോട് പറയുന്നില്ലേ, മനസ്സർപ്പിച്ചിട്ടാണോ ഇത് പറയുന്നത് എന്ന് ഹൈക്കോടതി ചോദിച്ചിട്ടില്ലേ? കോടതിക്ക് പോലും തോന്നിയ വികാരം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിന് ഇല്ലാതെ പോയത് നമ്മളെ ഞെട്ടിപ്പിക്കുന്നുണ്ട്. നിലവിൽ 529 കോടി രൂപ കേന്ദ്രം നമുക്ക് നൽകിയിരിക്കുന്നത് 50 വർഷത്തിന് ശേഷം തിരിച്ചടയ്ക്കേണ്ട വായ്പയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ തെലങ്കാനയിലോ ബീഹാറിലോ ഒറീസയിലോ ത്രിപുരയിലോ അത് തിരിച്ചടയ്ക്കേണ്ടാത്ത പൈസയുമാണ്. ഇതാണ് വിവേചനം. കേരളം ഒറ്റയ്ക്കോ എന്നാണ് ചോദ്യം. ചൂരൽമല മുണ്ടക്കൈ ടൗൺഷിപ്പിൽ സുജയ, ഇതിൽ സംസ്ഥാന സർക്കാർ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുകയാണ്. അതിൽ ഞാൻ നേരത്തെ ഡോക്ടർ അരുൺ സംസാരിക്കുമ്പോൾ വയനാട് എംപിയുടെ കാര്യം അത് ഞാൻ കൃത്യമായി ചോദിക്കാനുള്ള കാരണം, വയനാടിൻ്റെ എംപി എന്ന് പറയുമ്പോൾ പിന്നീട് എപ്പോഴെങ്കിലും എന്തെങ്കിലും ചെയ്യാനല്ല. അവരെ തെരഞ്ഞെടുക്കുമ്പോൾ വയനാടിൻ്റെ പുനരധിവാസത്തിനായി ഒപ്പമുണ്ടാകുമെന്ന് പറഞ്ഞാണ് വോട്ട് പിടിച്ചത്. ആ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര മാസമായി എന്നതുകൂടി, ഇപ്പോൾ സംസ്ഥാന സർക്കാർ 8 മാസമായി, ഇത്രയും കാലതാമസം വന്നു, ഇനിയും കാലതാമസം വരരുത് എന്നൊക്കെ പറയുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആദ്യം ഉപദേശിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ കോൺഗ്രസിൽ നിന്നുള്ള വയനാട് എം പിയാണ്. ലീഗിൻ്റെ നേതാക്കൾ അവരും കൂടി ചേർന്നാണല്ലോ തെരഞ്ഞെടുത്ത് വിട്ടത് വയനാടിൻ്റെ എം പിയെ. അപ്പോൾ 2.5 ലക്ഷം വോട്ടുകൾ കോൺട്രിബ്യൂട്ട് ചെയ്ത, ഭൂരിപക്ഷത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത മുസ്ലിം ലീഗും ആദ്യം പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് വയനാട് എം പിയാണ്. സംസ്ഥാന സർക്കാരിനൊപ്പം നമ്മളെല്ലാവരും ഒന്നിച്ചാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഇതിൽ രാഷ്ട്രീയമില്ല എന്നൊക്കെ പറയുമ്പോൾ കൃത്യമായി അതിൻ്റെ ഒരു സിഗ്നേച്ചർ ആണല്ലോ ഇതിലേക്ക് വരുന്ന പണം എന്ന് പറയുന്നത്. ജോൺ ബ്രിട്ടാസ് രാജ്യസഭാ എം പിയാണ്. ജോൺ ബ്രിട്ടാസിന് 1 കോടി കൊടുക്കാമെങ്കിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന പ്രിയങ്ക ഗാന്ധിക്ക് എന്തുകൊണ്ട് പണം കൃത്യമായി കൊടുത്തുകൂടാ എന്ന ഒരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. വയനാട് എം പി കോൺട്രിബ്യൂട്ട് ചെയ്യാത്തത് കൊണ്ട് UDF കോഴ്സ് തന്നെ അവിടെ ഇല്ലാതായിരിക്കുകയാണ്. ഇനി സർക്കാരിനെ വിമർശിക്കാനായിട്ട് എന്ത് തന്നെ പറഞ്ഞു കഴിഞ്ഞാലും ഇടതുപക്ഷത്ത് നിന്നുള്ള എം പിമാരാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് കൂടുതലായും എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള ഒരു കാര്യം തന്നെയാണ്. അതിൽ ഇനിയിപ്പോൾ ആ കാര്യത്തിൽ ഒന്നും പറഞ്ഞിട്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായത് കൊണ്ടാകാം അതിൽ നിന്നൊക്കെ ഒരു പ്രതികരണവുമില്ല. കൃത്യമായിട്ട് പിന്നോക്കം പോവുകയാണ് UDF ഈ വിഷയത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വേദിയിൽ വന്ന് അത്രയും നല്ല ഒരു ഒന്നിച്ചുള്ള നിൽപ്പാണ് എന്നൊക്കെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു നിൽപ്പൊക്കെ നല്ലതാണ്. പക്ഷേ ആ നിൽപ്പിനപ്പുറം വയനാടുകാർ തിരിച്ചറിയുന്നുണ്ട്. അവർക്ക് വേണ്ടി സഹായം എത്തിക്കേണ്ട പ്രധാനപ്പെട്ട ആളുകൾ ആരൊക്കെയാണ്? വയനാടിൻ്റെ 3 നിയമസഭാ മണ്ഡലങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്ന MLA മാർ. അതിൽ ടി സിദ്ദിഖ് ആദ്യം മുതൽ തന്നെ ഈ ദുരന്തബാധിതർക്കൊപ്പമുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമായ കാര്യമാണ്. ടി സിദ്ദിഖ് കാണിക്കുന്ന ആ ഒരു ആത്മാർത്ഥത പ്രിയങ്ക ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് വയനാട്ടിലെ ജനത പ്രതീക്ഷിച്ചിരുന്നു. ആ 3 വാർഡുകളിലായി പെട്ടുകിടക്കുന്ന മനുഷ്യർ, അവർ 8 മാസമായി അവരെ പോയി ആശുപത്രിയിൽ പോയി സന്ദർശിച്ചിരുന്നു. ആശുപത്രിയിൽ നിന്ന് വാർത്താസമ്മേളനം നടത്തിയിരുന്നു രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ. അന്ന് ഉപതെരഞ്ഞെടുപ്പ് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. വയനാട്ടിലെ ദുരിതബാധിതർ ആ ദുരന്തത്തിൽപ്പെട്ട് അവർ വാടക വീട്ടിൽ കാശുമില്ലാതെ പട്ടിണിയും പരിവട്ടവുമായി കിടക്കുമ്പോഴാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അത് നമ്മൾ കണ്ടതാണ്. അപ്പോഴാണ് ഈ മെയ്ഡൻ അറ്റംപ്റ്റിൽ തന്നെ പ്രിയങ്ക ഗാന്ധിക്ക് നല്ല ഭൂരിപക്ഷവും കൊടുത്ത് ജയിപ്പിച്ചു വിട്ടത്. എന്നിട്ട് അവർ തിരിച്ചു കൊടുത്തത് എന്താണ്? റിട്ടേൺ കൊടുത്തത് എന്താണ്? ആ ചോദ്യത്തിന് എന്താണ് അവർക്ക് മറുപടി ഉള്ളത്? ഇപ്പോൾ 3 ദിവസത്തെ സന്ദർശനത്തിനായി വയനാട്ടിലുണ്ടല്ലോ. അവർക്ക് ഇന്ന് ആ വേദിയിൽ പ്രഖ്യാപിക്കാമായിരുന്നല്ലോ, എൻ്റെ MP ഫണ്ടിൽ നിന്ന് ഞാൻ ഇത്ര കൂടി സർക്കാരിൻ്റെ ഈ പദ്ധതിക്കൊപ്പം ഞാനുണ്ട് എന്ന പ്രസംഗത്തിൽ ഈ പാലും തേനും ഒഴുക്കിയിട്ടൊന്നും കാര്യമില്ല. കൊടുക്കാനുള്ള പണം കൊടുക്കണം. കേന്ദ്രത്തെ വിമർശിക്കുന്നവർ പ്രിയങ്ക ഗാന്ധിയെ കൂടി വിമർശിക്കാനായി തയ്യാറാകണം എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എൻ്റെ ആദ്യത്തെ ടേക്ക്. ഇനി സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ പണമില്ലേ? പണമില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം നിങ്ങൾ തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ. ആവശ്യത്തിനുള്ള പണമുണ്ട്. അത് ഈ പറയുന്ന രീതിയിൽ ഒറ്റയ്ക്കാണ് എന്നുള്ള വാദം നിൽക്കില്ല എന്നുള്ളതിൻ്റെ കാരണത്തിലേക്ക് വരുന്നതിന് മുൻപ് അമിത്ഷാ 25-ാം തീയതി പാർലമെന്റിൽ രാജ്യസഭയിൽ കൊടുത്ത ഒരു മറുപടി കൂടിയുണ്ട്. നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിലേക്ക് വന്നിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. ദുരന്ത നിവാരണ ഭേദഗതി ബില്ലിൻ്റെ മറുപടി ഈ മാർച്ച് 25-ാം തീയതി മിനിഞ്ഞാന്ന് രാജ്യസഭയിൽ അമിത്ഷാ നൽകിയിരുന്നു. അതിൽ എന്താണ് കേരളത്തിന് വേണ്ടി, കേരളത്തിലെ ഈ വയനാട് ജില്ലയിലുണ്ടായ മുണ്ടക്കൈ ലാൻഡ് സ്ലൈഡിൽ എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്തത് എന്നുള്ള ചോദ്യം ഉയർന്നതിന് മറുപടി അദ്ദേഹം കൊടുത്തത് ഗുരുതര പ്രകൃതി ദുരന്തമായി ഈ ദുരന്തത്തെ പ്രഖ്യാപിച്ചു. അതായത് എന്താണോ കേരളം ആവശ്യപ്പെട്ടത് ആ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. എന്താണ് ചെയ്തത് എന്നുള്ളതിനെ കുറിച്ചുള്ള കേന്ദ്രത്തിന്റെ മറുപടിയാണ്. നമ്മൾ പറയുമ്പോൾ 2 ഭാഗവും പറഞ്ഞു പോകണമല്ലോ, അല്ലെങ്കിൽ ഒന്നേ ഇല്ല, കേന്ദ്രം ഒന്നും ചെയ്തില്ല പറഞ്ഞില്ല എന്ന് സ്ഥാപിക്കുന്നതിന് പകരം ഇതുകൂടി പറഞ്ഞു പോകണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അമിത്ഷായെ കോട്ട് ചെയ്യുന്നത്. NDRF വഴി ഈ ദുരന്തം നടന്നയുടൻ അനുവദിച്ച തുക എന്ന് പറയുന്നത് 215 കോടിയാണ്. ഇപ്പോൾ വായ്പയെക്കുറിച്ച് മാത്രമാണ് ഇതുവരെ പറഞ്ഞത്. അതുകൊണ്ട് NDRF വഴി അമിത്ഷായുടെ മറുപടിയിൽ നിന്നാണ് ഞാൻ കോട്ട് ചെയ്യുന്നത്. അത് നമുക്ക് ആർക്കൈവ്സിൽ നിന്നെടുത്ത് പ്ലേ ചെയ്യാൻ കഴിയുന്നതുമാണ്. ഈ NDRF വഴി 215 കോടി രൂപ ഉടൻ അനുവദിച്ചു. അതിനുശേഷം അനുവദിച്ചത് എന്തിനാണെന്നറിയുമോ? അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിന്. അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിന് അനുവദിച്ച 36 കോടി രൂപ ഇന്ന് ഈ നിമിഷം വരെ അവിടെ വിനിയോഗിച്ചിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. ഇത് പാർലമെന്റിൽ രേഖാമൂലം അദ്ദേഹം പറഞ്ഞ മറുപടിയാണ്. അവിടെയുള്ള ഡെബ്രിസ് അതിപ്പോഴും അവിടെ കിടക്കുന്നുണ്ട്. അവശിഷ്ടങ്ങൾ നീക്കം ചെയ്തിട്ടില്ല. കെട്ടിട ഭാഗങ്ങൾ ഈ ദുരന്തബാധിതരായ മനുഷ്യർ തിരിച്ചവരുടെ ഭൂമിയിലേക്ക് തിരിഞ്ഞു ചെന്ന് നോക്കുമ്പോൾ 8 മാസമായി, 1-2 മാസമല്ല, അതിനിടയിൽ ഈ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിന് സർക്കാരിൻ്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നില്ലേ? എന്തുകൊണ്ടാണ് ആ ദുരന്ത മേഖലയെ അതേപോലെ തന്നെ ഒരു പ്രേത ഭൂമിയായി ഇട്ടിരിക്കുന്നത് എന്ന ചോദ്യത്തിന് അവിടെ നമ്മുടെ റിപ്പോർട്ടേഴ്സ് പലതവണ അവിടെ പോയി റിപ്പോർട്ട് ചെയ്തതാണ്. ഇതിൻ്റെ ഓരോ
30 ദിവസമാകുമ്പോൾ 3 മാസമാകുമ്പോൾ അങ്ങനെ ഓരോ സമയത്തെയും എന്താണ് അവസ്ഥ എന്നുള്ളത് നമ്മുടെ റിപ്പോർട്ടേഴ്സ് കൃത്യമായി അവിടെ ചെന്ന് കാട്ടിത്തന്നതാണ്. അവിടെ ഈ ആളുകളുടെ പശുക്കളെയൊക്കെ കെട്ടുന്നതിനായി അവർ കിടന്നിരുന്ന മുറികൾ തന്നെ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറിയത്, അവിടെ ഇപ്പോഴും ഈ അടിഞ്ഞുകൂടിയ മണ്ണും ചെളിയും കിടക്കുന്നത്, അതെല്ലാം ഇപ്പോഴും അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ കഴിയുന്ന കാര്യമാണ്. അതൊക്കെ നീക്കം ചെയ്യുന്നതിന് കേന്ദ്രം അനുവദിച്ച 36 കോടി രൂപ ഈ നിമിഷം വരെ വിനിയോഗിക്കാത്തതിൽ എന്താണ് മറുപടി പറയാനുള്ളത്? വായ്പയെക്കുറിച്ചല്ല, 36 കോടി രൂപ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനായിട്ട് അനുവദിച്ചതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇനി മന്ത്രിതല റിപ്പോർട്ടുണ്ട്. IMCT റിപ്പോർട്ട് അനുസരിച്ച് 153 കോടി രൂപ സഹായമായി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ സംസ്ഥാന സർക്കാർ പറയുന്ന, ഇവിടെ എപ്പോഴും ഹൈലൈറ്റ് ചെയ്യുന്നത് പുനരുദ്ധാരണത്തിനായി ആവശ്യപ്പെട്ട 2219 കോടി രൂപയെക്കുറിച്ചാണ്. അതിലാണ് ഈ പറയുന്ന വായ്പ വരുന്നത്. 530 കോടി, 529.5 റൗണ്ട് ഓഫ് ചെയ്ത് 530 എന്ന രീതിയിൽ പറയുന്നത്. ഇനി കൂടുതൽ സഹായം ലഭിക്കുന്നതിനായി ഇതേ നിവേദനം ഇപ്പോൾ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ അത് സ്പെഷ്യൽ വിൻഡോ വഴി പരിഗണിക്കും എന്നാണ് അമിത്ഷാ പാർലമെന്റിൽ കൊടുത്ത മറുപടി. അദ്ദേഹത്തെ ഞാൻ അവിശ്വസിക്കുന്നില്ല, പാർലമെന്റിൽ കൊടുത്ത മറുപടിയാണ്. അതോടൊപ്പം അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഞങ്ങളുടെ മുൻഗാമികളെ പോലെ UPA പോലെ ദുരന്ത സമയത്ത് കക്ഷി രാഷ്ട്രീയം കളിക്കാനായിട്ട് ഈ കേന്ദ്ര സർക്കാർ എന്തായാലും ഇല്ല. കേരളത്തിലെ ജനങ്ങളും നമ്മുടേതാണ്. കേരളം ഒറ്റയ്ക്ക് നിന്ന് ഈ ഫൈറ്റ് ചെയ്യുമ്പോൾ കേരളത്തിലെ ജനങ്ങളും നമ്മുടേതാണ് എന്ന മറുപടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ കൊടുത്തിട്ടുണ്ട്. അതൊരു ഭാഗത്ത്. പക്ഷേ ആ മറുപടി അവിടെ കൊടുക്കുമ്പോഴും ഇവിടെ കേന്ദ്രത്തിൽ നിന്ന് കേരളം പ്രതീക്ഷിച്ച രീതിയിൽ ഈ 2000 കോടി കിട്ടിയാലേ 2219 കോടി കിട്ടിയാലേ ഇവിടെ എല്ലാ കാര്യങ്ങളും നടപ്പാക്കാൻ കഴിയൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ച് കാത്തിരുന്നത് ആരാണ്? ആ ചോദ്യത്തിന് ഉത്തരം സംസ്ഥാന സർക്കാർ എന്നുള്ളതാണ്. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ദുരന്തബാധിതരോട് ചോദിച്ചാലും അവർ പറയും. കാരണം ഇതൊരു റീജിയണൽ എക്കണോമിയാണ്, അല്ലെങ്കിൽ ഒരു റീജിയണലായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. അങ്ങനെയുള്ള ഒരു സൗകര്യമൊന്നും എന്തായാലും ഈ ദുരന്തമുഖത്ത് അല്ലെങ്കിൽ ദുരന്ത നിവാരണത്തിന് അങ്ങനെ ഒരു സംസ്ഥാനത്തിനെ പ്രത്യേകം എടുത്തു പറയുന്നൊന്നുമില്ല. പക്ഷേ ഇതിൽ കേന്ദ്രമൊന്നും ചെയ്യുന്നില്ല, ഞങ്ങളാണ് എല്ലാം ചെയ്തത് എന്ന് പറയേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് മാർച്ച് മാസത്തിൻ്റെ അവസാനത്തെ ദിനങ്ങളിലാണ്. അടുത്ത മാർച്ച് ആകുന്നതിന് മുൻപ് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് കേരളം എന്ന സംസ്ഥാനത്ത്. അതിൽ 3-ാം ഊഴം കാത്തിരിക്കുകയാണ് ഇടതു സർക്കാർ. അതിനു മുൻപ് മാത്രമേ ഈ ടൗൺഷിപ്പ് പൂർത്തിയാകാൻ പോകുന്നുള്ളൂ എന്നതാണ് ഇതിലെ രാഷ്ട്രീയം. ഇവിടെ രാഷ്ട്രീയം കളിക്കുന്നുണ്ട് എന്നത് വ്യക്തമാണ്. ഇക്കാര്യത്തിൽ ഈ റീബിൽഡ് പ്രോസസ്സിൽ ഒരിക്കലും കേരളം ഒറ്റയ്ക്കാവില്ല. കാരണം കേരളത്തിലെ ജനങ്ങൾ, ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സഹായം നൽകിക്കൊണ്ട് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അയച്ച കത്ത്, അതിന് മുൻപൊരു കത്ത് അദ്ദേഹം അയച്ചിരുന്നു. ഞങ്ങൾ ഇങ്ങോട്ട് അയച്ച കത്തിന് ഒരു റെസ്പോൺസ് വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടും സിദ്ധരാമയ്യ ഒരു കത്ത് അയച്ചിരുന്നു. അത് മാധ്യമങ്ങൾ വാർത്തയാക്കിയതാണ്, റിപ്പോർട്ടർ അടക്കം വാർത്തയാക്കിയതാണ്. അന്ന് ആ കത്തിനോട് പോസിറ്റീവായി റെസ്പോണ്ട് ചെയ്തില്ല. അതിനുശേഷമാണ് സ്പോൺസേഴ്സിന്റെ മീറ്റ് വിളിക്കുന്നത്. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് ഇന്നിപ്പോൾ ഈ വേദിയിൽ PK കുഞ്ഞാലിക്കുട്ടി ഉണ്ടായിരുന്നു. PK കുഞ്ഞാലിക്കുട്ടി പറയുന്നത് ഏപ്രിൽ മാസം 9-ാം തീയതി, അതായത് പെരുന്നാളിന് ശേഷമാണ് തറക്കല്ലിടൽ എന്ന് പറയുന്നു. അതിൽ ലീഗ് പണം പിരിക്കുകയാണ് ചെയ്തത്. എത്രയാണ് പിരിച്ച പണം? അതിൽ നിന്ന് എത്ര വീടുകളാണ് നിർമ്മിക്കാൻ പോകുന്നത്? ഇക്കാര്യത്തിലൊന്നും ലീഗും ക്ലാരിറ്റി വരുത്തുന്നില്ല. ഈ ദുരന്തം എന്ന് പറയുന്നത് കൃത്യമായി അവിടെ ഏത് രീതിയിലാണ് ഉപയോഗിക്കാൻ പോകുന്നത്, അത് ഈ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി തന്നെയായിരിക്കും അവിടെയും ലീഗിന്റെയും ഇടപെടൽ വരിക എന്നത് വ്യക്തമാണ്. സംസ്ഥാന സർക്കാരുമായി സഹകരിച്ചാണ് ഞങ്ങൾ ഈ വീട് പണിയുന്നതെന്ന് ഈ വേദിയിൽ PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിട്ടില്ല. അപ്പോൾ അവിടെയും ഈ കക്ഷി രാഷ്ട്രീയം കിടപ്പുണ്ട് എന്നത് നമ്മൾ കാണേണ്ടതാണ്. ജനങ്ങൾ വയനാടിനായി നൽകിയത് എന്തിനാണ്? അവിടെ 266 മനുഷ്യരെ നഷ്ടമായി, നമ്മുടെ സഹോദരങ്ങളെ നഷ്ടമായി, 32 പേരെ കാണാതായി. അതുകൊണ്ടാണ് ആ ദുരന്തം കണ്ട് അവിടുത്തെ ആ ദുരന്തമുഖം പൊട്ടിയൊലിച്ചു വന്ന പുഞ്ചിരിമട്ടത്ത് നിന്ന് വന്ന ആ വെള്ളപ്പാച്ചിലിന്റെ ആ ഒഴുക്കിന്റെ ദൃശ്യങ്ങൾ, ആകാശ ദൃശ്യങ്ങളടക്കം കണ്ട് വേദനിച്ച മനുഷ്യരാണ്. അതിൽ പട്ടിണിക്കാർ തൊട്ട് പ്രവാസികൾ വരെയുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ കുടുക്ക പൊട്ടിച്ച് ചില്ലറ തൊട്ട് തന്ന കുട്ടികളുണ്ട്. അങ്ങനെയെല്ലാം കിട്ടിയ ആ പണം എന്തുകൊണ്ട് 8 മാസമായി വിനിയോഗിച്ചില്ല? അവശിഷ്ടങ്ങൾ നീക്കം ചെയ്തില്ല എന്നുള്ളത് ഒരു ഭാഗത്ത്. അതിനുശേഷം എന്തുകൊണ്ട് വിനിയോഗിച്ചില്ല? 100 കോടി പോലും, 730-ൽ നിന്ന് ഒരു 100 കോടി പോലും വിനിയോഗിക്കാൻ ഇതുവരെ 8 മാസത്തിനകം കഴിഞ്ഞില്ലെങ്കിൽ അത് പിടിപ്പുകേട് ആരുടെയാണ്? അത് സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടാണ്. ഇനി DYFI പണം സ്വരൂപിച്ചു. ഈ DYFI പണം സ്വരൂപിച്ച പണം കൊണ്ട് ഈ വീടുകൾ നഷ്ടമായവർക്ക് അവർക്ക് സ്ഥലം വാങ്ങി പോകണമെന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ളൊരു നിബന്ധന ഉണ്ടാക്കിയിട്ട് അവർക്ക് സ്ഥലം വാങ്ങുന്നതിനായി അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതിനായി പണം നൽകാമല്ലോ, അവരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ അതും പറ്റില്ല. ഞങ്ങൾ ഒരു നൂല് പിടിച്ച് ഇങ്ങനെ തന്നെ പോകുമെന്നുള്ള വാശി സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ കാട്ടിയിട്ടുണ്ട്. ഡിസംബറിനകം ടൗൺഷിപ്പ് കൈമാറുമെന്നുള്ളത് നടക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ലോക്കൽ ബോഡി ഇലക്ഷൻസ് വരുന്നത് ഒക്ടോബർ-നവംബർ മാസത്തിലാണ്. അപ്പോഴേക്ക് പാതി പണി തീരാനുള്ള സാധ്യതയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഗംഭീര പരിപാടിയായിട്ടുള്ളൊരു ഹാൻഡ് ഓവറാണ് നമ്മൾ എന്തായാലും കാണാൻ പോകുന്നത്. ഇതിൽ NGOകൾ, കർണാടക സർക്കാർ, DYFI, ലീഗ്, അതുപോലെ തന്നെ സംഭാവനയായി വീടുകൾ നൽകാമെന്ന് പറഞ്ഞിട്ടുള്ള വിവിധ ആളുകൾ, ഇതെല്ലാം ചേർന്ന് കഴിഞ്ഞാൽ തന്നെ വലിയൊരു എമൗണ്ട് ആണ് സംസ്ഥാന സർക്കാരിലേക്ക് വന്നു ചേരുക. റിപ്പോർട്ടർ TV തന്നെ ഒരു ടൗൺഷിപ്പ് പറഞ്ഞല്ലോ. അതിനോട് എങ്ങനെയായിരുന്നു സമീപനം? എല്ലാ കാര്യങ്ങളിലും സംസ്ഥാന സർക്കാർ എടുത്തിട്ടുള്ള സമീപനം എന്ന് പറയുന്നത് പണം ഇങ്ങി വരട്ടെ, പണം ഇവിടെ ഇരിക്കട്ടെ എന്നുള്ള ഒരു സമീപനം ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. ഈ ഫീസിബിലിറ്റി സ്റ്റഡി അടക്കം അവിടേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, 2 മീറ്ററിന്റെ വ്യത്യാസത്തിലടക്കം ഈ പദ്ധതിയിൽ പെടാതെ പോയ ആളുകൾ നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് ആ കണ്ണീര് പറഞ്ഞിട്ടുണ്ട്. ഈ ഫെബ്രുവരി 15-ാം തീയതിയിലെ 529 കോടി ലോണിനെ കുറിച്ച് മാത്രം പറയുക
പറയുന്നവർ ഇക്കാര്യങ്ങൾ കൂടി എന്തായാലും ഒന്ന് കാണേണ്ടതാണ്. പണമില്ലാത്തതല്ല പ്രശ്നം, പിടിപ്പ് കേടാണ് എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. എനിക്ക് 2 ചോദ്യങ്ങളുണ്ട് സുജയ് എടുത്ത്. ഒന്ന്, ഈ NDRFന്റെ ഫണ്ട് അല്ലാതെ കേരളത്തിന് അനുവദിച്ച ഫണ്ട് ഏതെങ്കിലും ഉണ്ടോ? അതാണല്ലോ ഈ IMCT റിപ്പോർട്ട് അനുസരിച്ച് കൊടുത്തിരിക്കുന്നത് 153 കോടിയുടെ. അതെവിടെ കൊടുത്തു? ആർക്കും? അത് അമിത്ഷാ നൽകിയിരിക്കുന്ന മറുപടിയാണ്. 153 കോടി അസിസ്റ്റൻസ് ടു സ്റ്റേറ്റ് ഗവൺമെന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. NDRFന്റെ ഫണ്ടിലാണോ? അല്ല, NDRFന്റെ ഫണ്ടിലല്ല. ഫണ്ടിലല്ലെങ്കിൽ പിന്നെ ഏത് ഫണ്ടിൽ കൊടുക്കും? സ്റ്റേറ്റിന് ഇത്രയും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ IMCT റിപ്പോർട്ട് അനുസരിച്ച് പ്രത്യേക സഹായമാണ്. അത് NDRFന്റെ അക്കൗണ്ട് വഴി അധികമായി കൊടുത്ത തുകയല്ലേ? ഞാൻ ചോദിക്കുന്നത് അത് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഈ 153 കുറിച്ച് ഡോക്ടർ അരുൺ, ഈ പണം കൈമാറിയിട്ടില്ല എന്നാണ് സ്ഥാപിക്കുന്നത്. 11,500 കോടി രൂപ ബീഹാറിന് കൊടുത്തത് ദുരന്തം വരുന്നതിന് മുൻപല്ലേ? അത് NDRFന്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് കൊടുത്താണ്. ബീഹാറിൽ ഉണ്ടാകുന്നത് പോലെയുള്ള അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിക്കുന്ന ഒരു പ്രതിഭാസം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലില്ലേ? കേരളത്തിൽ 2018 പ്രളയം വന്നു. 2018 ഞാൻ പറയട്ടെ, 2018 പ്രളയത്തിന്റെ എന്താ ഞാൻ മറുപടി പറയുന്നത് കേൾക്കാമെങ്കിൽ? എന്റെ ചോദ്യം ഇതാണ്. ബീഹാറിലും ആന്ധ്രാപ്രദേശിലും ഒറീസയിലും ഈ പറയുന്നത് പ്രകൃതി ദുരന്ത മുന്നൊരുക്കങ്ങൾക്കായി അത് മോദി സർക്കാർ വന്നതിന് ശേഷം മാത്രമല്ല, അതിനു മുൻപ് ചുഴലിക്കാറ്റ് അടക്കമുള്ള പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിക്കുന്ന സംസ്ഥാനങ്ങളാണിവ. ഈ ത്രിപുരയിൽ പണം കൊടുത്തിരിക്കുന്നത് സൈക്ലോൺ ആവർത്തിക്കുന്ന സംസ്ഥാനങ്ങളാണ്. അതുകൊണ്ടാണ് പ്രളയം ആവർത്തിക്കുന്ന കേരളത്തിനോ? പ്രളയം ആവർത്തിച്ചത് 2018-ലും 19-ലും. അതിനു മുമ്പ് പ്രളയം ഉണ്ടായത് 99-ലെ വെള്ളപ്പൊക്കമാണ്. അപ്പോൾ അതിനുശേഷം ഇങ്ങനെ ഓരോ വർഷവും കൊടുത്തുകൊണ്ടിരിക്കാൻ കഴിയില്ലല്ലോ. ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന മേഖലകൾ, അതിപ്പോൾ നിലമ്പൂർ അടക്കമുള്ള ആ മേഖലകളിൽ കൃത്യമായി തുക വകയിരുത്തുന്നതിനായിട്ട് ത്രിപുരയ്ക്ക് 25 പേർ മരിക്കുമ്പോൾ 40 കോടി മറ്റൊരു തരത്തിലുള്ള കണക്കെടുക്കാതെ ദുരന്തത്തിന് തീവ്രത. അസത്യം പറയരുത്. എന്താ കണക്ക് കൊടുത്തത്? NDRFന്റെ മാനദണ്ഡ പ്രകാരമല്ലേ? 75,000 മാനദണ്ഡ പ്രകാരമല്ലാത്ത ഒരു കണക്ക് പ്രാദേശികമായുള്ള സംസ്കാരം നടന്നതുവരെ NDRFന്റെ കണക്കെത്ര നമ്മൾ കൊടുത്തില്ലേ? 1,022 കോടി രൂപ, 1,202 കോടി രൂപ ഓഗസ്റ്റ് 10 NDRFന്റെ ഫണ്ടിൽ കൊടുത്തോ? 1 രൂപ? ഇവിടെ ഇവിടെ സംസ്ഥാന ഹൈക്കോടതി ചോദിച്ചതാണല്ലോ ദുരന്ത നിവാരണ ഫണ്ടിലേക്ക്. പക്ഷേ സംസ്ഥാന ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനോട് ചോദ്യം ചോദിച്ചു. എപ്പോഴാണെന്നറിയാം? സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന സമയത്ത് എന്താണ് ചോദ്യം? ജാമ്യം കൊടുക്കുന്ന സമയത്ത് കേൾക്കൂ. ഇത് ജാമ്യം കൊടുക്കുന്ന ഈ വായ്പയുടെ പണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സർപ്പിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഇത് മനുഷ്യത്വപരമാണോ എന്നാണ് ചോദിച്ചത്. കയ്യിലുള്ള പണം മൊറട്ടോറിയം ഈ വായ്പ എഴുതി തള്ളേണ്ടത് ആരാ? കേന്ദ്രമാണോ കേരളമാണോ? 32 കോടി രൂപ നിസ്സാര തുകയാണ്. 32 കോടി രൂപ കേന്ദ്രത്തിൻ്റെ ഈ മനുഷ്യരുടെ വായ്പയായിട്ട് വിവിധ നാഷണൽ ബാങ്കുകളിലുള്ള 32 കോടി രൂപ വായ്പയായി മൊറട്ടോറിയം NDRFന്റെ സെക്ഷൻ 15 പ്രകാരം എഴുതി തള്ളേണ്ടത് കേന്ദ്രമാണോ കേരളമാണോ? കേന്ദ്രമാണ്. എന്താ തള്ളാത്തെ? അത് കേന്ദ്ര സർക്കാരോട് ചോദിക്കേണ്ട കാര്യം. അമിത്ഷായെ കോട്ട് ചെയ്തോണ്ടാണ് ആയിക്കോട്ടെ. പക്ഷേ എന്റെ ചോദ്യത്തിനുള്ള മറുപടി തരണം. ശരി, ആയിക്കോട്ടെ. അതേ അമിത്ഷാ ഈ ജാമ്യം അതേ അമിത്ഷാ ഈ വായ്പ എഴുതലിനെ കുറിച്ച് എന്തെങ്കിലും കമാന്തര അക്ഷരം പറഞ്ഞിട്ടുണ്ടോ? വായ്പ എഴുതലിനെ കുറിച്ച് കേരളത്തിൽ നിന്ന് 19 MP-മാർ ഇന്ത്യ മുന്നണിയുടെ ഉണ്ടല്ലോ, ചോദിക്കാമല്ലോ. ഞാൻ താങ്കളോടല്ലോ, ഞാൻ MP അല്ലല്ലോ, ആണെങ്കിൽ ഞാൻ ചോദിക്കാമല്ലോ. എന്റെ സഹപാനലിസ്റ്റ് ചോദിക്കുകയാണ്, വായ്പ എഴുതി അക്ഷരം പറഞ്ഞിട്ടില്ല. 529 കോടി രൂപ വായ്പയായിട്ടാണ് വയനാട് BJP-യുടെ ജില്ലാ പ്രസിഡന്റിനെ അടക്കം വിമർശിക്കും. പക്ഷേ പ്രിയങ്ക ഗാന്ധിയെ കുറിച്ച് പറയില്ല. 529 കോടി രൂപ വായ്പയായിട്ടാണോ അനുവദിക്കുന്നത്?
വായ്പയായിട്ട് അനുവദിച്ചത് എങ്ങനെയാണ്? വായ്പയായിട്ട് അനുവദിച്ചത് കൃത്യമായ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ്. സ്പെഷ്യൽ അസിസ്റ്റൻസ് ടു സ്റ്റേറ്റ്സ് 16 പ്രോജക്ടുകൾ. ആ 16 പ്രോജക്ട് 50 വർഷത്തിന് ശേഷമാണ്. അന്ന് എന്തായാലും അടയ്ക്കേണ്ടത് CPM അല്ല, LDF സർക്കാരല്ല അടയ്ക്കേണ്ടത്. 50 വർഷത്തിന് ശേഷം BJP തിരിച്ചടച്ചോളും. അല്ല, അത് അങ്ങനെ അടയ്ക്കുമല്ലോ, തിരിച്ചടച്ചോളും. അത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇങ്ങനെ കേരളത്തിൽ 33 സീറ്റുകൾ വഴി അധികാരത്തിൽ BJP അല്ലേ? ബംഗാളിൽ ഇപ്പോൾ എന്താണ് CPM അവസ്ഥ? 35 കൊല്ലം ഭരിച്ചിട്ട് ഇപ്പോൾ ആനമുട്ടയാണ്. ബീഹാറിലും ആന്ധ്രാപ്രദേശിലും പൈസ ത്രിപുരയിലും ബംഗാളിലും കേരളത്തിൽ മാത്രമായി പിന്തുണയ്ക്കുകയല്ലേ? ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ദുരന്തം സംഭവിച്ച് 200-ലധികം മനുഷ്യർ കൊല്ലപ്പെട്ട ഒരു സംഭവത്തിൽ പണം തിരിച്ചു കൊടുക്കേണ്ട വിധത്തിൽ വായ്പയായിട്ട് അനുവദിച്ച ഒരു കേസ് പറയാമോ? സ്പെഷ്യൽ അസിസ്റ്റൻസ് ആയി കൊടുക്കാൻ തീരുമാനിച്ചത് എങ്ങനെയാണ്? ലോണാണ് ഇത്. വിവിധ സംസ്ഥാനങ്ങൾക്ക്, ഇത് കേരളത്തിന് ആദ്യമായിട്ട് ഇതിനു മുൻപ് പറ്റിക്കുകയാണെന്നുള്ള അതൊക്കെ താങ്കളുടെ സ്വന്തം ടേക്കാണ്. നമ്മൾ ചോദിച്ച സഹായമല്ലേ, അപ്പൊ വായ്പയായിട്ടാണ്? അല്ല, അത് കൃത്യമായിട്ട് ആ മാനദണ്ഡങ്ങൾ അനുസരിച്ച് വായ്പയല്ലേ സാർ? ഈ കൊടുത്ത തുക 36 കോടിക്ക് അവശിഷ്ട കോരി മാറ്റാൻ പറ്റാത്ത ഒരു പിണറായി വിജയനാണ്. ഒരു നിമിഷം, 36 കോടിയുടെ എന്ത് അവശിഷ്ടത്തെ കുറിച്ച് താങ്കൾ പറയുന്നത്? അവിടെ ഈ ദുരന്ത മുഖത്ത് അവശേഷിക്കുന്ന കാര്യങ്ങൾ, അവിടെ കെട്ടിടാവശിഷ്ടങ്ങളുണ്ട്. എവിടെ കെട്ടിടാവശിഷ്ടം? ഒരിടത്തും ഇല്ലേ? എവിടെ കെട്ടിടാവശിഷ്ടം? കെട്ടിടാവശിഷ്ടങ്ങളൊന്നുമില്ല. ആ കെട്ടിടാവശിഷ്ടം എവിടെയാണ്? കെട്ടിടാവശിഷ്ടങ്ങൾ ആ ദുരന്ത മേഖലയിലാണ്. അവിടെ നിന്ന് ആ ദുരന്ത മേഖലയിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ നീക്കുന്നതിന് തങ്ങൾക്ക് ധനസഹായം ആവശ്യമുണ്ട്. അവിടെ നിന്ന് മാറ്റിയിട്ടില്ലേ? എവിടെ നിന്ന് മാറ്റി? ആ പുഞ്ചിരിപട്ടത്തിൽ നിന്ന് മാറ്റിയിട്ടില്ലേ? എവിടെ നിന്ന് മാറ്റി? പുഞ്ചിരിപട്ടം മുതൽ ചൂരൽമല വരെ കണ്ടെത്താവുന്ന പരമാവധി മാറ്റിയില്ലേ? കന്നുകാലികളെയും മറ്റു ജീവജാലങ്ങളെയും അവിടെ നിന്ന് ഞാൻ റിപ്പോർട്ടർ ചാനലിലെ ദൃശ്യങ്ങൾ വെച്ചാണ് സംസാരിക്കുന്നത്. ാണെങ്കിലും ദുരിതബാധിതർ താമസിക്കുന്ന പ്രദേശത്ത് ഏത് ഭാഗത്ത്? അങ്ങനെയാണെങ്കിൽ ഡോക്ടർ അരുൺ പറഞ്ഞതനുസരിച്ചാണ്. ജനവാസ മേഖലയില്ലാത്ത സ്ഥലത്ത് പോയി ഡെബ്രിസ് മാറ്റിയിട്ട് ഈ പണം ചെലവഴിക്കാൻ പറ്റുമോ? ദുരന്ത മേഖലയിലെ ഈ അവശിഷ്ടങ്ങൾ മാറ്റണം. അത് കൃഷിക്കടക്കം ഉപയോഗിക്കാനായ താമസയോഗ്യമല്ലെന്നാണ്. കൃഷി ചെയ്യാനും കഴിയാത്ത പ്രദേശങ്ങൾ, താമസയോഗ്യമല്ലാത്ത സ്ഥലങ്ങൾ, കൃഷിയോഗ്യമല്ലാത്ത സ്ഥലങ്ങൾ, ഈ സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾ ചെലവഴിച്ചാൽ നിങ്ങൾക്ക് പണം തിരിച്ചു കിട്ടും. യൂട്ടിലൈസേഷൻ ഒരിടത്തും ചെലവഴിക്കാതെ അതെല്ലാം കട്ടുമുക്കാനാണ് എനിക്ക് മനസ്സിലാവാത്തത്. നമ്മൾ ചോദിച്ചത് എന്താ? ധനസഹായം. കേന്ദ്രം തരുന്നത് എന്താ? വായ്പ. പാവപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് എടുത്ത് കൊടുത്തൂടെ? അങ്ങനെയാണെങ്കിൽ പിന്നെ കേന്ദ്ര സഹായം എന്തിനാണ് സാർ? നല്ല ന്യായീകരണമാണ്. എന്തിനാ കേന്ദ്ര സഹായം? നല്ല ന്യായീകരണമാണ്. കയ്യിൽ കിട്ടിയ തുക പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നാണ് ഈ വീട് വയ്ക്കാൻ പോകുന്നത് സാർ. ഈ ഫണ്ടിൽ നിന്നാണ് ഈ വീട് വയ്ക്കാൻ പോകുന്നത്. അവിടെ കമ്മ്യൂണിറ്റി ഹാൾ വരുന്നത്, അംഗൻവാടി വരുന്നത്, കെട്ടിടങ്ങൾ ഓരോന്നോരോന്നായിട്ട് വരുന്നത്. ഒരു കെട്ടിടത്തിൽ 1 രൂപയുടെ ക്രെഡിറ്റ് കേന്ദ്ര സർക്കാരിനുണ്ടോ? ഈ സംസ്ഥാന സർക്കാരിന്റെ ബ്രാൻഡിംഗ് അല്ലേ? പൈസ തനതായ അതിജീവനം എന്നാ പറഞ്ഞിരിക്കുന്നത്. അതിജീവനം അവരുടെ കണ്ണീരിൽ ചവിട്ടി നിന്നുകൊണ്ടുള്ള പദ്ധതി. അത് ആരെ കുറിച്ച് ഈ പറയുന്നത്? ആരുടെ വായ്പ അടയ്ക്കേണ്ട കേന്ദ്ര സർക്കാർ അടച്ചിട്ടില്ല. കേരളത്തിലെ ഈ പറയുന്ന NDRF പ്രകാരം സംസ്ഥാനങ്ങൾക്ക് പണത്തിൽ നിന്ന് 1 രൂപ പോലും കിട്ടിയിട്ടില്ല. 1 രൂപ പറഞ്ഞാൽ മതി. വായ്പയല്ലാത്ത NDRF 1 രൂപ. ഈ 36 കോടി രൂപ NDRF-ന്റേതാണ്. NDRF-ൽ നിന്ന് എടുത്ത് ഉപയോഗിക്കാനായി കൃത്യമായി അനുവദിച്ചതാണോ? സുജയ, NDRF-ന്റേതല്ലാത്ത വായ്പയല്ലാത്ത 1 രൂപയുടെ കണക്ക് പറഞ്ഞാൽ മതി. ഈ NDRF-ൽ നിന്ന് തുക ചെലവഴിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അനുമതി കൊടുക്കുന്നത് ആരാണ്? NDRF-ൽ നിന്ന് 400 കോടി രൂപ NDRF-ന്റെ അക്കൗണ്ടിലേക്കുണ്ട് എന്ന് പറഞ്ഞാൽ അത് വയനാടിന് മാത്രം എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്നതല്ല സുജയ. കേന്ദ്ര സർക്കാർ ഉപയോഗിക്കാനായി പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം ഉണ്ടായാലും ഉപയോഗിക്കാം, തിരുവനന്തപുരത്ത് ഉപയോഗിക്കാം, ഇടുക്കിയിൽ ഉപയോഗിക്കാം. വയനാട് റീഹാബിലിറ്റേഷൻ സ്പെസിഫിക് പാക്കേജ് അല്ല. എനിക്ക് മനസ്സിലാവുന്നില്ല. പാർലമെന്റിൽ ഒരു കേന്ദ്ര ആഭ്യന്തരമന്ത്രി കൊടുത്ത മറുപടിയെ പോലും വിശ്വസിക്കാത്ത സ്പെഷ്യൽ വിൻഡോ പ്രകാരം ഒറ്റ കാര്യം, PDNA-യുടെ ആപ്ലിക്കേഷൻ എന്തായി? 2221 കോടി PDNA-യുടെ ആപ്ലിക്കേഷൻ എന്തായി?
താങ്കൾ ഉദ്ദേശിക്കുന്ന അല്ലെ താങ്കൾ ആവശ്യപ്പെടുന്ന മറുപടി പറയാനല്ല ഞാൻ ആവശ്യപ്പെടുന്നതല്ല, അത് ഇരിക്കുന്നത്. ചോദ്യമാണ്. താങ്കൾക്ക് എന്ത് വേണമെങ്കിലും പറയാം, എങ്ങനെ വേണമെങ്കിലും താങ്കൾ അവഹേളിക്കാം. കോട്ട് ചെയ്ത അതേ അമിത്ഷാ മറുപടി അതെ, അമിത്ഷായുടെ സ്പെഷ്യൽ വിൻഡോ വഴി പരിഗണിക്കുന്നു കൊടുത്തേന്ന നവംബർ 13 എല്ലാ ഗൈഡ് ലൈനും പൂർത്തിയാക്കി. നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് സ്പെഷ്യൽ വിൻഡോ വഴി ത്രിപുരയ്ക്ക് ദുരന്തം ഉണ്ടാവുന്നതിന് മുമ്പ് പണം, ആന്ധ്രാപ്രദേശിന് പണം, ഒറീസയ്ക്ക് അങ്ങോട്ട് പണം, ബീഹാറിന് 11,500 കോടി നേരിട്ട് ഫണ്ട്. പൊളിറ്റിക്സ് ആണ്. അതെ, ഇപ്പോൾ പിണറായി വിജയൻ കേരളം കാണിക്കുന്നത് ഒറ്റയ്ക്കോ politics ആണെന്ന് എന്നതാണ് പറയാനുള്ള ധൈര്യം ചോദ്യം. ഉണ്ടാവട്ടെ. യെസ് എന്നാണ് ഞാൻ 3 പേരുടെയും അഭിപ്രായം. Meet the editors.